ആരും വീഡിയോ തട്ടി മാറ്റി പോകല്ലേ. ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം തോന്നി. ഒരു 11 വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് ചിക്കൻ ബോക്സ് വന്നിട്ട് പോയതാണ്. ഒരാഴ്ച മുമ്പ് ലെഫ്റ്റ് സൈഡിലായിട്ട് ചുവന്ന തടിപ്പുകൾ വന്ന് കുമിളകളായി. അങ്ങനെ ഞാൻ ഡോക്ടറെ കാണാൻ പോയി. ജീവിതത്തിൽ ഇന്നുവരെ ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് പോലും ഞാൻ കേട്ടിട്ടില്ല. ചിലപ്പോൾ നിങ്ങളും കേട്ടിട്ടുണ്ടാവില്ല. ഹെർപ്പസ് സോസ്റ്റർ, ഞരമ്പോട്ടി അസ്ഥിവീർപ്പ് എന്നൊക്കെ വിളിക്കും. ചൂടുകാലം ആയതുകൊണ്ട് തന്നെ ചിക്കൻ ബോക്സ് വന്ന മിക്ക ആളുകൾ ഇതരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുമായിട്ടും കൂടി ഷെയർ ചെയ്യണം തോന്നി. ഡോക്ടർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ചിക്കൻ ബോക്സ് ഉണ്ടാക്കുന്ന വൈറസായ വാരിസെല്ല സോസ്റ്റർ വൈറസ് തന്നെയാണ് ഹെർപ്പസ് സോസ്റ്റർ ഉണ്ടാക്കുന്നത്. ചിക്കൻ ബോക്സ് വന്ന ടൈമിലുണ്ടായ വാരിസെല്ല സോസ്റ്റർ വൈറസ് വർഷങ്ങളോളം നമ്മുടെ ബോഡിയിൽ ഒളിച്ചിരിക്കും, 10 വർഷക്കാലമൊക്കെ. എന്നിട്ട് അതിൻ്റെ സമയം എത്തുമ്പോൾ അത് റിയാക്ടിവേറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് വരുന്നതാണ് ഹെർപ്പസ് സോസ്റ്റർ. ഈ വാരിസെല്ല വൈറസ് നമ്മുടെ സുഷുമ്നയിൽ, അതായത് നട്ടലിൻ്റെ ഉള്ളിലൂടെ വരുന്ന നരമ്പുകളുടെ തുടക്കഭാഗത്ത് പോയിട്ട് ഒളിച്ചിരിക്കും. ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നട്ടൽ നമ്മുടെ ബോഡിയുടെ സെൻട്രലായിട്ടല്ലേ വരിക, അതിൻ്റെ 2 ഭാഗത്തേക്ക് നരമ്പുകൾ പോയിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു സൈഡിലെ നരമ്പിലായിരിക്കും ഈ വൈറസ് ഒളിച്ചിരിക്കുക. ആ ഒരു സൈഡിൽ മാത്രമേ ഈ അസുഖം വരുള്ളൂ. ഈ വൈറസ് റിയാക്ടിവേറ്റ് ആവുന്ന സാഹചര്യങ്ങൾ പറയാം. ഒന്നുകിൽ പ്രായം കൂടുമ്പോൾ, മോർ ദാൻ 50 years ഒക്കെ, ബോഡി വീക്ക് ആവുന്ന ടൈമിൽ, HIV പോലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്ന ടൈമിൽ, ഇമ്മ്യൂണിറ്റി കുറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുക, അതായത് ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്ന മരുന്നുകൾ കഴിക്കുന്ന ടൈമിലൊക്കെ, ട്രാൻസ്പ്ലാന്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാവുക, വെതർ ചേഞ്ചസ് വരുമ്പോൾ, ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെയാണ് ഇത് റിയാക്ടിവേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് സ്റ്റേജ് 1 അതികഠിനമായ വേദനയായിരിക്കും. നരമ്പുകളിലായതുകൊണ്ട് തന്നെ അസഹനീയമായ വേദനയായിരിക്കും അനുഭവപ്പെടുക. സ്റ്റേജ് 2 എന്ന് പറയുന്നത് ആദ്യം ചുവന്ന തടിപ്പ് പോലെ വരും, പിന്നീട് അതിൽ ഗ്രൂപ്പായിട്ടുള്ള കുമിളകൾ വരും. കറക്റ്റായിട്ട് മെഡിസിൻ എടുക്കുകയാണെങ്കിൽ ഒരു 2 weeks കൊണ്ടൊക്കെ ഇത് ക്ലിയർ ആവും. ചില ആളുകളിൽ പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൾജിയ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവും. അത് കറക്റ്റായിട്ട് മെഡിസിൻ എടുക്കാത്തവർക്ക് വരുന്ന 3ാമത്തെ സ്റ്റേജാണ്. ആ സ്റ്റേജിൽ പെയിൻ ഒരു 3 മാസമൊക്കെ നിലനിൽക്കും. ഇപ്പോൾ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് പറയാണ്, ചിക്കൻ ബോക്സിനെ അപേക്ഷിച്ച് ഹെർപ്പസ് സോസ്റ്ററിന് അതികഠിനമായ വേദനയാണ്. ഒരു കയ്യിൽ മുറിവ് വരുന്ന പോലെയുള്ള ഒരു വേദനയല്ല, നരമ്പിൽ വരുന്നത് കൊണ്ട് തന്നെ സഹിക്കാൻ പറ്റാത്ത വേദനയാവും ഉണ്ടാവുക. ചിക്കൻ ബോക്സ് വന്ന് 7ൽ ഒരാൾക്കെങ്കിലും ഹെർപ്പസ് സോസ്റ്റർ വരാൻ സാധ്യതയുണ്ടെന്നാണ് ഡോക്ടർ പറയുന്നത്. ചിക്കൻ ബോക്സ് വന്ന് കറക്റ്റ് മെഡിസിൻ എടുക്കുകയാണെങ്കിൽ ഹെർപ്പസ് സോസ്റ്റർ വരാനുള്ള സാധ്യത കുറയ്ക്കാം. ഹെർപ്പസ് സോസ്റ്റർ വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മെഡിസിൻ എടുക്കുകയാണെങ്കിൽ 3ാമത്തെ സ്റ്റേജായ പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൾജിയ വരാതിരിക്കാനുള്ള സാധ്യത കുറയ്ക്കാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ചിക്കൻ ബോക്സ് വരുത്തുന്ന വാരിസെല്ല സോസ്റ്റർ വൈറസ് ആണല്ലോ ഹെർപ്പസ് സോസ്റ്റർ വരുത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ചിക്കൻ ബോക്സ് നേരത്തെ വരാത്ത ആളുകളുണ്ടെങ്കിൽ അവരിലേക്ക് ഇത് ചിക്കൻ ബോക്സ് ആയിട്ട് പകരും. ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ ഇപ്പം നല്ല ചൂടുള്ള ടൈമാണല്ലോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, ഏറ്റവും കുറഞ്ഞത് 3 ലിറ്റർ വെള്ളമെങ്കിലും ഡെയിലി കുടിക്കുക. പിന്നെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സ്വയം ചികിത്സിക്കാതെ ഉടനെ തന്നെ ഡോക്ടറെ കാണുക. ഞാനിങ്ങനെ ഒരു അസുഖത്തെപ്പറ്റി കേട്ടിട്ട് കൂടി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ നല്ല വേദന ഉണ്ടായി. അപ്പോഴും എനിക്ക് എന്താണ് കാര്യം എന്നറിയാത്തത് കൊണ്ട് തന്നെ ഡോക്ടറെ കാണാൻ 3-4 ദിവസം വൈകി. നിങ്ങൾക്ക് അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ആർക്കെങ്കിലും ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണണം, നിസ്സാരമാക്കി വെച്ചുകൊണ്ടിരിക്കരുത്.